ഇത് രാഷ്ട്രീയം തന്നെയാണ്. ഇത് സമാന്തരമായി അവിടുത്തെ അയ്യപ്പന്മാരെയെല്ലാം അവരുടെ ഈ സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഈ പിൽഗ്രിം ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ആണത് ചേരുന്നതെങ്കിൽ കൂടി ഇതിന് 2 തലമാണ്, 2 ലക്ഷ്യങ്ങളുണ്ട്, 2 ലെഗുണ്ട്. ഒന്ന് അവിടുത്തെ വികസന കാര്യങ്ങൾ, 2 തികഞ്ഞ രാഷ്ട്രീയം. അതായത് ബി ജെ പിക്ക് എതിരെയുള്ള അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് സംവിധാനങ്ങൾക്കെതിരെയുള്ള ഒരു പ്രവർത്തനം എന്ന നിലയ്ക്ക് തന്നെ വേണം ഇതിനെ കാണാൻ. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഹിന്ദു വോട്ടുകളിൽ ഉണ്ടായ ചോർച്ച അടയ്ക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാവണമെന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങൾ കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് തന്നെ വേണം കരുതാൻ. ഇതിനകത്ത് എനിക്ക് രസകരമായൊരു കാര്യം, ഈ സമയത്ത് നടന്ന ചർച്ചകളും കോടതി വ്യവഹാരങ്ങളും ഒന്ന് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കോടതി വ്യവഹാരങ്ങളുടെ ഒടുവിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവിടെ 3500 പേര് പങ്കെടുക്കുന്ന പരിപാടിയിൽ അവിടെ പ്രകൃതി നാശമൊന്നും ഉണ്ടാവരുതെന്ന്. 50 ലക്ഷം പേര് ഒരു വർഷം വരുന്ന സ്ഥലത്ത് 3500 പേര് ഈ 7 കോടി ചെലവിട്ട് നല്ല സൗകര്യങ്ങളോടെ സ്വസ്ഥമായി ഇരുന്ന് കൈകാര്യം ചെയ്യുന്നതിന് എന്ത് പ്രകൃതി നാശം വരാനാണ്? അതാണ് വന്നിരിക്കുന്ന ഒരു നിർദ്ദേശം. ഇതിനേക്കാൾ രസകരമായ കാര്യം, അവിടെ സ്പോൺസേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കരമായി ഞെട്ടിയ ചിലരുണ്ട് കേരളത്തിൽ. അപ്പോൾ ആ ഞെട്ടലിനും ഇപ്പം വലിയ സ്ഥാനമില്ലാതായി. കാരണം ഈ സ്പോൺസർമാരെ വെച്ച് തന്നെയാണ് ഈ പരിപാടി ഇപ്പം നടക്കുന്നത്. അപ്പോൾ ഈ അനാവസരത്തിൽ അനാവശ്യമായിട്ട് ഇത്തരത്തിൽ ഞെട്ടേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. പരിപാടി വലുതായി അല്ല, അന്ന് തന്നെ നമ്മൾ പറഞ്ഞാണ് ഈ കുംഭമേള അടക്കമുള്ള മുഴുവൻ പരിപാടികളിലും വരുന്ന സ്വകാര്യ സ്പോൺസർമാർ ആരെല്ലാമാണ്, എന്തെല്ലാമാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്പോൺസർഷിപ്പ് വഴി പരിപാടി ഗംഭീരമായി നടക്കട്ടെ എന്നേ തൽക്കാലം പറയാനുള്ളൂ.